സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സ്ഥിരമായി സന്ദർശിക്കുന്നവരാരായാലും തന്നെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഈ വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്, ഇതിനകത്ത് കണ്ടന്റുകളിൽ മാറ്റം വരുത്തുന്നത് കൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഇന്ന് 2023 ജൂലൈ 10 തിങ്കളാഴ്ച ഒരു ആഴ്ചയുടെ ആരംഭമായിരുന്നു. അപ്പോൾ നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ യൂറോപ്യൻ മാർക്കറ്റും കംപ്ലീറ്റ്ലി ഗ്രീൻ ആണ്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 2 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഉള്ളത്. 19,428 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നിക്കി 198 പോയിന്റ് റെഡിലാണ്. അതേപോലെ തായ്വാൻ വെയ്റ്റഡ് 11 പോയിന്റ് റെഡിലാണ്. കോസ്പി 6 പോയിന്റ് റെഡിലാണ്. എന്നാലും കൂടുതൽ ഇൻഡെക്സുകൾ, ഏഷ്യൻ മാർക്കറ്റിൽ കൂടുതൽ ഇൻഡെക്സുകളും ഇപ്പോഴും ഗ്രീനിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. ക്രൂഡ് ഓയിൽ ഇന്നലെ $71.88 ഉണ്ടായത് ഇന്ന് $73.62 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് ഇന്നലെ $1924.75 ഉണ്ടായിരുന്നു, $1921.54 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് ഇന്നലെ 82.04 ഉണ്ടായിരുന്നു, ഇന്ന് 82.57 വളരെയധികം സ്ലിപ്പായി പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ, റിലയൻസ്, JSW സ്റ്റീൽ, ICICI പ്രൂവലി ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ ലാഭമാണ് ഉണ്ടാക്കിയത്. എന്നാൽ ടൈറ്റൻ, പവർ ഗ്രിഡ്, HCL ടെക്, ചോല ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇതിനകത്ത് ICICI പ്രൂവലി 4% കൂടുതൽ പ്രോഫിറ്റും, റിലയൻസ് 3% കൂടുതൽ, ടാറ്റ സ്റ്റീൽ 3% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയത്ത് ഇവിടെ HCL ടെക് 3% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയ്ക്ക് വേണ്ടി വളരെ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഇതുവരെയും ഡാറ്റ ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെയും ഡാറ്റ റിലീസായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇന്ന് സ്കിപ്പ് ചെയ്യാം. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.9 ഉണ്ടായിരുന്നത് ഇന്ന് 0.98 ആയിട്ട് ചെറിയതിൽ 0.8 പോയിന്റ്സ് ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റിൽ അത് ന്യൂട്രൽ എന്ന ഒരു സ്റ്റാറ്റസാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്പോട്ട് 19,356 ട്രേഡിംഗ് നടക്കുന്നത്. അവിടെ നിന്ന് 65 പോയിന്റ് മുകളിലായിട്ട് 19,421 ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.76 ആയിരുന്നു, അത് വീണ്ടും കുറഞ്ഞിട്ട് ബെയറിഷ് എന്ന ഒരു മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നത്തെ പുട്ട് കോൾ റേഷ്യോ 0.71 ആണ്. എന്തായാലും സ്പോട്ട് ഇപ്പോൾ 44,861 ട്രേഡിംഗ് നടക്കുന്നത്. അവിടെ നിന്നും 98 പോയിന്റ് മുകളിലായിട്ട് 44,959 ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡിംഗ് നടക്കുന്നത്. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി കമ്മോഡിറ്റീസ് ഈ 4 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റി എനർജിയൊക്കെ 165 പോയിന്റ് ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റി മെറ്റലും കുഴപ്പമില്ലാത്ത രീതിയിൽ 105 പോയിന്റ് മുകളിലോട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള നിഫ്റ്റി ഫാർമ, മീഡിയ, CPSE ബാങ്ക്, PSU ബാങ്ക്, ഫിൻ സർവീസസ് ഇതെല്ലാം തന്നെ നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,331 നിന്ന് 69 പോയിന്റ് ഗ്യാപ്പിൽ 19,400 ഇന്ന് ആരംഭിച്ചത്. 19,435 ഡേ ഹൈയും 19,327 ഡേ ലോയും വന്നത് വഴി 109 പോയിന്റ്, അഥവാ 0.56% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,400 നിന്ന് 44 പോയിന്റ് താഴെയായിട്ട് 19,355 നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും സ്റ്റിൽ 24 പോയിന്റ് അത് പോസിറ്റീവിൽ തന്നെ, അല്ലെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും മുകളിൽ തന്നെയാണ് ഇന്നത്തെ ക്ലോസിംഗും വന്നിട്ടുള്ളത്. BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 65,280 നിന്നും 202 പോയിന്റ് ഗ്യാപ്പിൽ 65,482 ഇന്ന് ഓപ്പൺ ആയത്. 65,633 ഡേ ഹൈയും 65,246 ഡേ ലോയും വന്നത് വഴി 387 പോയിന്റ്, അഥവാ 0.59% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 65,482 നിന്ന് 138 പോയിന്റ് താഴെയായിട്ട് 65,344 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 64 പോയിന്റ് മുകളിലായിട്ട് തന്നെയാണ് ഇന്ന് അവസാനിച്ചിട്ടുള്ളത്. ഫിയർ ഇൻഡെക്സ് അഥവാ ഇന്ത്യ വിക്സ് അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് 0.61% വർദ്ധിച്ചുകൊണ്ട് 11.46 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്.
ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 44,925 നിന്ന് 34 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 44,958 ഇന്ന് ആരംഭിച്ചത്. 45,184 ഡേ ഹൈയും 44,721 ഡേ ലോയും വന്നതുവഴി 462 പോയിന്റിന്റെ അഥവാ 1.03% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 44,958 നിന്നും 98 പോയിന്റ് താഴെയായിട്ട് 44,860 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ അവസാനിച്ച 44,925 നിന്നും 64 പോയിന്റ് താഴെയോട്ട് പോയിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചത്. ഇതൊരു ബെയറിഷ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. അതുപോലെ ഫിൻ നിഫ്റ്റി ഇന്ന് ആരംഭിച്ച 2086 നിന്ന് 11 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 20,907 ഇന്ന് ആരംഭിച്ചത്. 20,175 ഡേ ഹൈയും 20,14 ഡേ ലോയും വന്നതുവഴി 161 പോയിന്റിന് അഥവാ 0.8% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച് 20,97 നിന്നും 40 പോയിന്റ് താഴെയായിട്ട് 20,57 മാർക്കറ്റ് അവസാനിച്ചത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 30 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. BSE ബാങ്ക് എക്സ് ഇന്നലെ അവസാനിച്ച 50,739 നിന്ന് 29 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 50,768 ഇന്ന് ആരംഭിച്ചത്. 50,999 ഡേ ഹൈയും 50,477 ഡേ ലോയും വന്നതുവഴി 522 പോയിന്റ് അഥവാ 1.03% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50,768 നിന്ന് 138 പോയിന്റ് താഴെയായിട്ട് 50,630 ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 109 പോയിന്റ് താഴെയായിട്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ എൽക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി, PCBL ലിമിറ്റഡ്, പ്ലാസ്റ്റി ബ്ലെൻഡ്സ് ഇന്ത്യ ലിമിറ്റഡ്, ജനറിക് എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊജക്ട്സ് ലിമിറ്റഡ്, S&T കോർപ്പറേഷൻ, എയ്ക്കോ ലൈഫ് സയൻസ് ലിമിറ്റഡ്, എക്സൽ റിയാലിറ്റി ആൻഡ് ഇൻഫ്ര, രജത് ഫിനാൻസ്, സീത എന്റർപ്രൈസസ്, വെൽക്യൂർ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ഇത്രയും കമ്പനികളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. ഇനി 17-ാം തീയതി അടുത്ത തിങ്കളാഴ്ച കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ സെഞ്ചുറി ടെക്സ്റ്റൈൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഫൈനൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് 5 രൂപ പെർ ഷെയർ. ഇൻഡർസോയിൽ റാൻഡ് ഇന്ത്യ 20 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റംസ് 22 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ലോയിഡ് സ്റ്റീൽസ് ഇൻഡസ്ട്രീസ് 10 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. മോഡിസൺ ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. റാണെ ബ്രേക്ക് ലൈനിങ്സ് 25 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. വെൽശാന്ത് പീപ്പിൾ ഫസ്റ്റ് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് അടുത്ത തിങ്കളാഴ്ച ഡിവിഡൻഡ് വരുന്ന കമ്പനികൾ. ഇനി നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ UK BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ, UK ആവറേജ് ഏർണിംഗ്സ് ഇൻഡെക്സ് പ്ലസ് ബോണസ്, UK claimant count change, then UK employment change, UK employment rate, UK CPI, UK ZEW current conditions, German ZEW economic sentiment, EU ZEW economic sentiment, UK NIESR GDP estimate, US EIA short term energy outlook, US 3-year note auction, US API വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്. ഇത്ര ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇതിൽ ഞാൻ വായിച്ചാൽ കുറച്ച് ഈവൻറ്റുകൾ എനിക്ക് ഒട്ടും തന്നെ അറിയാത്ത ഈവൻറ്റുകളാണ്. ഞാൻ വായിച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ദയവായിട്ട് ക്ഷമിക്കുക. നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് നോട്ട് റേറ്റ് സോണിലാണ്. പിന്നെ താഴോട്ടും മുകളിലോട്ടായിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമാണ് നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു റാസ് ലെവൽസ് ഫോളോ ചെയ്യുന്നവർക്ക് പ്രോപ്പർലി ഒരു ട്രേഡ് ഇന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം വളരെ ചെറിയൊരു ഷോർട്ടായിട്ടുള്ള ഒരു റേഞ്ചിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് മാത്രമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. മൊറോവർ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ ഓപ്ഷൻ ബയറിന് പ്രത്യേകിച്ച് സ്കോപ്പ് ഇല്ലാത്ത ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രേഡിങ്ങിൽ മിക്ക ആൾക്കാർക്കും ലോസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും മറിച്ചല്ല. ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ മൂവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ന് ഓപ്പൺ ആയത് നോട്ട് റേറ്റ് സോണിൻ്റെയും R1 സപ്പോർട്ട് 1ൻ്റെയും ഇടയിലാണ്. അവിടുന്ന് നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്തിട്ട് R1 വരെ പോയിട്ടുണ്ട്. R1 നിന്ന് വീണ്ടും തിരിച്ച് നോട്ട് റേറ്റ് സോണിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ താഴോട്ട് ഇറങ്ങിയപ്പം S1ഉം S2ഉം കട്ട് ചെയ്തിട്ട് S3യുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പിന്നീട് അവിടുന്ന് റിക്കവറി ആയി മുകളിലോട്ട് വന്നു. പിന്നീട് റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് മൂവ് ചെയ്തത്. കാര്യമായ ഒരു മൊമെൻറ്റം ഇന്ന് ഉണ്ടായിരുന്നില്ല. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് നോട്ട് റേറ്റ് സോണിൻ്റെ താഴെയായിട്ട് ഓപ്പൺ ആയി. നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിലോട്ട് ഒന്ന് പൊങ്ങി വീണ്ടും യെസ്റ്റർഡേ ലോ ആ റേഞ്ചിലേക്ക് വന്നിട്ട് അവിടെ റേഞ്ച് ബൗണ്ടായിട്ട് മൂവ് ചെയ്തു. പ്രത്യേകിച്ച് വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഇതിനെക്കുറിച്ച് വായതോരാതെ സംസാരിക്കാൻ മാത്രം ഒന്നുമില്ല. അതാണ് ഞാൻ സ്പീഡായിട്ട് ഇത് പറഞ്ഞു വിടുന്നത്.
ദെൻ സെൻസെക്സ് ഇന്നത്തെ മൂവ്മെന്റ് ഉണ്ടല്ലേ, നോ ട്രേഡ് സോണിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. നിഫ്റ്റിയുടെ അതേ രീതിയിൽ തന്നെ, പക്ഷേ S1 വന്ന് തിരിച്ച് നോ ട്രേഡ് സോണിലോട്ട് വന്നു. 2 പ്രാവശ്യം ഈ മൂവ്മെന്റിൽ ചെറിയൊരു, അതായത് R1 നിന്ന് S1 ഒരു മൂവ്മെന്റ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അതല്ലാതെ ഇതിലൊന്നും തന്നെ ഇന്ന് കാര്യമായിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണിത്. കാരണം മാർക്കറ്റിൽ മൊമെൻറ്റം ഇല്ല എന്നുള്ളത്. മൊമെൻറ്റം ഉണ്ടെങ്കിൽ ഭയങ്കര വൊളാറ്റിലിറ്റി ആയിരിക്കും. മുകളിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാത്ത ട്രേഡുകൾ മാത്രമേ നടക്കുള്ളൂ. സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന ഒരവസ്ഥയുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയിലൊക്കെ 80 രൂപയുടെയൊക്കെ അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആണ് ഓരോ സ്ട്രൈക്കിലും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഭയങ്കര ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓവറോൾ ഒരു ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നിട്ട് 19,330 ടച്ച് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ അത് റിജക്ഷൻ ആവുന്ന നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അറിയാം. 19,330 എന്നുള്ളത് ഇതിപ്പോൾ നമ്മുടെ റാസ് ലെവൽസ് ഇന്നത്തെ ലെവലാണ്. ഇതാ ഈ ഒരു 19,330 വരുമ്പോൾ തന്നെ മാർക്കറ്റിൽ റിജക്ഷൻ വന്നിട്ട് മാർക്കറ്റ് കണ്ടില്ലേ, രാവിലെ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ടച്ച് ചെയ്തു, നമ്മുടെ മന്ത്ലി ലെവലിൽ ടച്ച് ചെയ്തപ്പോൾ തന്നെ റിജക്ഷൻ വന്ന് മുകളിലോട്ട് വന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വന്ന് ടച്ച് ചെയ്തു, വീണ്ടും റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയി. അതാണ് ഇവിടെ ശരിക്കും നമ്മൾ കാണുന്നത്. ഇതാ ഈ ഒരു ക്യാൻഡിലിൻ്റെ വിക്കായിട്ട് നമ്മൾ കാണുന്നത് അതാണ്. അപ്പം ഇന്ന് ഓപ്പണായത് മുകളിൽ ഓപ്പണായിട്ട് കുറച്ച് താഴോട്ട് വന്നു, ശരിക്കും താഴോട്ട് വന്നു. പക്ഷേ ഇവിടെ സപ്പോർട്ട് 19,330 എന്ന സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ റിജക്ഷൻ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ വരുന്നു. ഇത് മിനിഞ്ഞാന്നും ഇങ്ങനെയായിരുന്നു. അതായത് 4-ാം തീയതിയും ഇതേ രീതിയിൽ നമ്മുടെ ഇതിന് മുകളിൽ ഓപ്പണായി താഴോട്ട് വന്ന് ഈ 19,330 ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു ലോങ് ബിൽഡപ്പ് നടക്കുകയും മാർക്കറ്റ് മുകളിലോട്ട് പൊങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് 2 ദിവസം അങ്ങനെ സംഭവിച്ചപ്പോൾ പിന്നെ ഒരു ദിവസം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് വന്നു. പക്ഷേ അതിനെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്നലെ 7-ാം തീയതി വെള്ളിയാഴ്ച വന്നത്. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു റെഡിൽ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫർദർ എന്നുള്ളത് താഴോട്ടുള്ള ഒരു വലിയ റെഡ് ക്യാൻഡിലാണ് ഇതിൻ്റെ ഫർദർ കണ്ടിന്യൂഷൻ ആയിട്ട് വരേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഒരു ക്യാൻഡിലാണ് ശരിക്കും വരേണ്ടത്. ഇനി ഇവിടെ ഇന്നത്തെ ഒരു സിഗ്നൽ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഇത്രയും 2 പ്രാവശ്യം ഈ ഒരു 2 റിജക്ഷൻ ഇവിടെ വന്നതുകൊണ്ട് തന്നെ മോസ്റ്റ് പ്രോബബ്ലി നാളെ മാർക്കറ്റ് ഒന്നുകിൽ ഇവിടെ നിന്ന് എൻഗൾഫ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ശരിക്കും ഈ പാറ്റേൺ വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ, ഇത് സീരിയസ് ആയിട്ടും വർക്കൗട്ട് ആവുന്ന ട്രേഡേഴ്സ് ഈ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ നാളെ ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ വരിക, താഴോട്ടാണ് വരിക. ഓക്കെ, അതല്ല ഇന്നത്തെ ഈ റിജക്ഷൻ പ്രോപ്പർലി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ആക്ടിവിറ്റി തന്നെ ആയിരുന്നു അതെങ്കിൽ നാളെ ഇവിടുന്ന് ഈ ഫർദർ ഈ സപ്പോർട്ട് 19,330 എന്ന സപ്പോർട്ടിനെ മാനിച്ചുകൊണ്ട് അതിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഫർദർ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്, ഈ 2 സാധ്യതകളും നാളത്തേക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നാളത്തെ കാഴ്ചകൾ നമുക്ക് നേരെ നോക്കി കാണാം. ഇവിടെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരല്പം മോശമാണ് അവസ്ഥകൾ. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഹൈ ഓൾ ടൈം ഹൈ ഇത് തന്നെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. 45,655 എന്ന ആ ഒരു ഓൾ ടൈം ഹൈ ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്കെന്ന് തോന്നുന്നു ഇതിൻ്റെ ലക്ഷണം കണ്ടിട്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു സാധ്യത നാളെ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് ലൈൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 44,686 എങ്ങനെയാണ് മാർക്കറ്റ് പ്രതികരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഇന്നൊരു ഇത് അതിൻ്റെ അടുത്തോട്ട് ഇറങ്ങി വന്നിരുന്നു, അപ്പോൾ തന്നെ റിജക്ഷൻ വന്നിട്ടുണ്ട്. നാളെ ഒന്നുകിൽ ഈ സപ്പോർട്ടിൽ വന്നിട്ട് തിരിച്ചു പൊങ്ങിപ്പോയേക്കാം, അല്ലെങ്കിൽ ഈ സപ്പോർട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ടും വരാം. താഴോട്ട് വന്നാലും 44,293, 234 റേഞ്ച് നമ്മുടെ നോ ട്രേഡ് സോൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ലെവലാണ്. അവിടെ സപ്പോർട്ട് എടുത്ത് ഒന്നുകിൽ കൺസോൾട്ടേറ്റ് ആയിട്ട് വീണ്ടും പൊങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ ഒരു റെയർ കേസ് സിനാരിയോയിൽ ഇന്നും ബോട്ടം സൈഡിൽ റിജക്ഷൻ വന്നതുകൊണ്ട് തന്നെ നാളെ മുകളിലോട്ട് കയറിക്കൂടാ എന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ഹൈ കട്ട് ചെയ്യാതെ ഇന്നത്തെ വന്നിരിക്കുന്ന ലോയും ഈ ഒരു ഹൈ കട്ട് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഇത് ബുള്ളിഷായി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഓൾ ടൈം ഹൈയെ വിട്ടേക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ ഉണ്ടല്ലോ 45,472 44,686 ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഇപ്പോൾ റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടുള്ളത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 44,293 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരും. അല്ല 44,472 കട്ട് ചെയ്താൽ 46,238 വരും. പുതിയ ഓൾ ടൈം ഹൈക്ക് സാധ്യതയുണ്ട്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഫിൻനിഫ്റ്റി ആണെങ്കിൽ ഫിൻനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ആ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ നാളെ നോക്കാം ഇത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടുന്ന് ഫർദർ ഫോൾ ആണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, പിന്നെ നോ ട്രേഡ് സോണിൻ്റെ ഈ ഒരു സപ്പോർട്ടുണ്ട്. അല്ല ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ
ഇവിടെയാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഏതാണ് ഞാൻ ഇവിടെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്നുണ്ടാവും. ഇപ്പോൾ മാർക്കറ്റിന് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 19,965 ഫർദർ മുകളിലോട്ട് പോകുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 20,198 ഇതൊക്കെ ഈ നമ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ 20,432 വരെയും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നാളെ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു സപ്പോർട്ടിനോട് മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു, ഈ ഒരു റെസിസ്റ്റൻസ് പറഞ്ഞാൽ 19,965 മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇനി മുന്നോട്ടുള്ള യാത്ര. അവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മുകളിലോട്ട് കയറി വരിക തന്നെ ചെയ്യും. ഇനി ഈ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് അതിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് വരെയും ടെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇവിടെ വന്നിട്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്തിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഫർദർ 65,948 ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരു 10-15 പോയിന്റ് ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. ഇനി അതിനുശേഷം ഇതൊരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ പ്രകാരം വരികയാണെങ്കിൽ നാളെ പ്രോപ്പർലി ഒരു റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ താഴോട്ട് ഇറങ്ങി വരികയാണ് വേണ്ടത്. ഇനി അതല്ല, ഇവിടെ ഈ റിജക്ഷൻ ഇപ്പോൾ ഇന്നത്തെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് മുകളിലോട്ട് പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് അത് പ്രോപ്പർലി നല്ലൊരു സപ്പോർട്ടാണ് ഈ ഒരു റേഞ്ചിൽ വരുന്നതെങ്കിൽ 65,400 ലെവലിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. 65,900 ലെവലിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ കയറി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ മാർക്കറ്റ് നിഫ്റ്റിയിലായാലും സെൻസെക്സിലായാലും ഇവിടെ ഒരു ലോവർ ലെവലിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങുന്നതേ ഇല്ല. അവിടെ വരെ വരുന്നു, തിരിച്ച് മുകളിലോട്ട് തന്നെ പോകുന്നു. പക്ഷേ മുകളിലോട്ട് പോയാലും കാര്യമായ ഒരു ബയേഴ്സ് ആക്റ്റീവ് ഒന്നും അല്ല. പക്ഷേ സെല്ലേഴ്സിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു റേഞ്ച് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോളുക. ഇതിൻ്റെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഈ വന്ന ഇത് തന്നെ 65,890 ഹൈ വന്നിരിക്കുക 897 അത് തന്നെ ആയിരിക്കും ഇപ്രാവശ്യത്തേക്കുള്ള ഒരു ഓൾ ടൈം ഹൈ. ഇനി അതല്ലെങ്കിൽ ഇവിടുന്ന് ഈ മാസം ശരിക്കും സെൻസെക്സ് 66,874 വരെ പോകേണ്ടതാണ്. ദിവസങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ നോക്കാം നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് പ്രതികരിക്കുന്നത് എന്നുള്ളത്. ബാങ്ക് എക്സും ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ മിഡ് ക്യാപ്പ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മിഡ് ക്യാപ്പിൽ പലപ്പോഴും അത് ബൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒഴിവാക്കി വിടുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് കൊടുക്കുന്ന ഒരു ഇൻഡെക്സാണ് മിഡ് ക്യാപ്പ്. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ഹോൾഡ് ചെയ്യുന്നവർക്കാണ് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുക. ഇൻട്രാഡേയിൽ വളരെ ശോകമാണ് കാര്യങ്ങൾ. ഇതെങ്ങനെയായാലും അവിടെ ഒരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല ഇതിനകത്ത്. ഇന്ന് പോലും എനിക്ക് തോന്നുന്നു ഒരു ട്രേഡ് സക്സസ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. 2 ട്രേഡ് എടുത്തതിൽ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് സക്സസ് ആയിരുന്നു. എനിവേ, നമുക്കത് എന്തായാലും മിഡ് ക്യാപ്പിൽ കുറച്ച് ആൾക്കാരൊക്കെ ട്രേഡേഴ്സൊക്കെ ആക്റ്റീവായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി